ഈ ആളെ ഉണ്ടല്ലോ, ഈ ആളെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോയിട്ട് നിയമത്തിന്റെ വഴിയിൽ പ്രത്യേകിച്ച് വലിയ ശിക്ഷയൊന്നും മാറ്റി കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ ആളെ പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ അത് ആരാണ്, അവൻ എവിടെയാണെന്നുണ്ടെങ്കിലും അവന്റെ വീട്ടിൽ പോയി ഞാൻ ശ്വേതം ഞാൻ തല്ലും, എന്നിട്ട് തല്ലിയിട്ട് അവൻ എനിക്കെതിരെ കേസ് കൊടുക്കും, എന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കും. അതാണ് അവൻ അങ്ങനെ പറ്റും. അതാണ് നമ്മളെ വൃത്തികേട് പറഞ്ഞ് ഉപദ്രവിക്കുന്ന ഒരാളെ നമുക്ക് പണിഷ് ചെയ്യാൻ. നമസ്കാരം. സുജിത് ഭക്തനെയും അയാളുടെ വൈഫായിട്ടുള്ള ശ്വേത ഭക്തനെയും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സാണ്, മലയാളം യൂട്യൂബേഴ്സാണ്. വർഷങ്ങളായിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പോൾ അവരുടെ പോഡ്കാസ്റ്റ് ചാനലിൽ അവർ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഫൈനലി വി ഡിസൈഡഡ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് സൈബർ ബുള്ളിങ്. സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചിട്ടാണ് ആ വീഡിയോയ്ക്കകത്ത് മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പം ഈ സുജിത് ഭക്തന്റെ വൈഫായിട്ടുള്ള ശ്വേത, പുള്ളിക്കാരി പണ്ട് മുതലേ ഒരുപാട് ബോഡി ഷെയ്മിങ് കമന്റുകൾ നേരിടുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് കുറച്ച് വണ്ണം ഉള്ളത് കൊണ്ട് തന്നെ അവരെ ഒരുപാട് ആൾക്കാർ കളിയാക്കാറുണ്ട്. പണ്ടും ഞാൻ ഇവരുടെ പല വീഡിയോസിലും ഇങ്ങനെ അവർ മെൻഷൻ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ വൈഫിന് വണ്ണമാണ്, വണ്ണം കുറയ്ക്കണം, ഭയങ്കര ബോറാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അവരെ ബോഡി ഷെയ്മിങ് ചെയ്യാറുണ്ട്, കളിയാക്കാറുണ്ട്. എന്നാൽ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ കുറിച്ചിട്ടാണ് മെയിൻ ആയിട്ട് ഇവർ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്നത്. ഒരു വ്യക്തി വർഷങ്ങളായിട്ട് ഇവരുടെ പുറകെ നടന്ന് ഇവരെ അങ്ങ് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരിടുന്ന വീഡിയോസിന്റെ അടിയിലൊക്കെ പോയി കമന്റുകൾ ഇടുകയും, സാധാരണ രീതിയിൽ ഈ സൈബർ ബുള്ളിങ് ചെയ്യുന്നവർ എന്താണ് ചെയ്യുന്നത്, നമ്മളിടുന്ന വീഡിയോസിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇട്ട് വൾഗറായിട്ട് നമ്മളെ കളിയാക്കിക്കൊണ്ടും നമ്മളെ മോശം പറഞ്ഞുകൊണ്ടും ഒക്കെ കമന്റ് ഇടും. എന്നാൽ ഈ ഒരു വ്യക്തി അയാളുടെ ആ ഒരു ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമിച്ചു. അതായത് വെറുതെ കമന്റുകൾ മാത്രം ഇടുകയല്ല, ഇവർ പോകുന്ന സ്ഥലങ്ങൾ, ഇപ്പം ഇവർ ഏതെങ്കിലും റിസോർട്ടിൽ പോവാണ്, ഹോട്ടലിൽ പോവാണ്, ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പോവാണ്, ആ സ്ഥാപനങ്ങളുടെ ഒക്കെ തന്നെ ഓണേഴ്സിനും ഇവരുടെ വീഡിയോയ്ക്കകത്ത് വരുന്ന ആൾക്കാർക്കും, ഇപ്പം മലബാർ ഗോൾഡിൽ ഇവർ പോവാണെന്നുണ്ടെങ്കിൽ മലബാർ ഗോൾഡിന്റെ ഓണറിന് ഇമെയിൽ അയക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ ഏതെങ്കിലും ഒരു റിസോർട്ടിൽ തങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ റിസോർട്ടിന്റെ ഓണറിന് ഈ ഒരു വ്യക്തി ഇമെയിൽ അയക്കും. ഇവർ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ ആ ഒരു ഓണേഴ്സിനും ഒക്കെ തന്നെ ഇവർ ഇമെയിൽ അയക്കും. ഇമെയിലിനകത്ത് പ്രധാനമായിട്ടും ശ്വേതയെ കളിയാക്കിക്കൊണ്ടും ശ്വേതയെ ആനയാണ് അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടാണ് ഭയങ്കര വൾഗർ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെയുള്ള ആൾക്കാർക്കും ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഇവരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ തന്നെ അനാവശ്യമായിട്ട് ഇമെയിലുകളൊക്കെ അയച്ച് ശല്യം ചെയ്യുവാണ് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി. അപ്പോൾ 1-2 ഇമെയിലുകളൊക്കെ സുജിത് ഭക്തൻ തന്നെ വീഡിയോയ്ക്കകത്ത് വായിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് കേൾപ്പിച്ചു തരാം. ഇവന്റെ ഇമെയിലിന്റെ ക്യാപ്ഷൻസ് ഒക്കെ പറയണം. അതായത് എൻക്വയറി റിഗാർഡിംഗ് പെറ്റ്സ് എന്താ ഞാൻ വഴിയെ പറയാം. എലിഫന്റ് റമ്മേജ്, ഫാറ്റി ശ്വേത ഭക്തൻ, എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റേഴ്സ്, ഫ്രോഡ് ഭക്തൻ, പിന്നെ ഫാറ്റി ശ്വേത ഭക്തൻ, ഫ്രോഡ്സ്റ്റർ ഭക്തൻ, ഫ്രോഡ് കക്കൂസ ഭക്തൻ, തടിച്ചി, ഫ്രോഡ് ഭക്തൻ, ഫാറ്റി വൈഫ്, ഫാറ്റി പ്രാക്ക് വൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇതിന്റെ ഇമെയിലിന്റെ ടൈറ്റിൽസ് പോകുന്നത്. അപ്പോൾ ഏപ്രിൽ 18 നമുക്ക് വന്നൊരു ഇമെയിലാണ്. വി വുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് എ ന്യൂ ഫ്ലാറ്റ് അറ്റ് നാഷണൽ കിങ്ഡം കൊച്ചി പ്രൊവൈഡഡ് പെറ്റ്സ് ആർ അലൗഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാഷണൽ കിങ്ഡത്തെ അഡ്രസ് ചെയ്തിട്ടാണ് അയാൾ മെയിൽ അയച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിന്. ഇറ്റ് ലുക്സ് ലൈക്ക് എ ഫ്ലാറ്റ് ഓണർ ബൈ നെയിം സുജിത് ഭക്തൻ ഹാസ് ഹൗസ്ഡ് ആൻ എലിഫന്റ് ബൈ നെയിം ശ്വേത as shown in his house. Probably is it okay to keep pets? Please confirm എന്ന് ചോദിച്ചോണ്ട് അതാണ് അവൻ അയച്ചിരിക്കുന്നത്. എലിഫന്റ് എന്റെ ഭാര്യ ഒരു പെറ്റാണെന്ന്, ഞാൻ ആ പെറ്റിനെ എലിഫന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഞാനോട് വളർത്തുവാണെന്നാണ് മെയിൽ അയച്ചിരിക്കുന്നത്. പറയും, ഞാൻ അതിന്റെ അപ്പുറത്തെ ഭാഷ പറയും. മ്യൂട്ട് ചെയ്തോ, നിങ്ങൾക്ക് വേണം എന്താണെന്ന് ചെയ്തോ. ഇവൻ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഫസ്റ്റേഷൻ തീർക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ അത്ര അത് ഒരു മെയിൽ അത് എന്താ OCFRK@gmail.com എന്ന് പറഞ്ഞുകൊണ്ട് ഇമെയിൽ ഐ ഡിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നാഷണൽ ബിൽഡേഴ്സിന് അയച്ചിട്ടുണ്ട്, നാഷണൽ ബിൽഡേഴ്സ് മുംബൈ അയച്ചിട്ടുണ്ട്, സ്റ്റഡി ലിങ്ക്സിന് ടാഗ് ചെയ്തിട്ടുണ്ട്, എന്റെ ഇമെയിൽ ഐഡിക്ക് ശ്വേത മെയിൽ ഐഡിക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ 2 മെയിൽ. അതിനുശേഷം ഏപ്രിൽ 20 2 ദിവസം കഴിഞ്ഞിട്ട് എലിഫന്റ് റമ്മേജ്. അപ്പോൾ നമ്മൾ ആർക്കട്ടിൽ റിസോർട്ടിൽ പോയിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതാണ് സംഭവം. അപ്പം സെയിം ഇമെയിൽ ഐഡിയിൽ നിന്നും ഇവൻ അയച്ചു SR ജംഗിൾ റിസോർട്ട്, info@SR ജംഗിൾ റിസോർട്ട്, booking@SR ജംഗിൾ റിസോർട്ട്. പിന്നെ എനിക്ക് സിംഗപ്പൂരിലുള്ള എന്റെ ഫ്രണ്ട് ടോണി ചായന്, ഫാസിൽ ബ്രോന്, സുനീർ കാൻഡിക്ക്, പിന്നെ മലബാർ ഗ്രൂപ്പിന് അയച്ചിട്ടുണ്ട്. മലബാർ ഗോൾഡിന്റെ അവർക്ക് അയച്ചേക്കുന്നു. റിബൽ സിറ്റി ഡിസ്റ്റിലറി അങ്ങ് അയർലൻഡിലുള്ള ഭാഗ്യ ചേച്ചി അയച്ചിരിക്കുന്നു. ടേസ്റ്റ് നിബിൾസിന്റെ ആൾക്കാർക്ക് അയച്ചിരിക്കുന്നു. എന്നിട്ട് ചോദിച്ചിരിക്കുക, ഈസ് യുവർ റിസോർട്ട് സേഫ് ഫോർ സ്റ്റേയിങ്? ലാസ്റ്റ് ഡേ വി ഹേർഡ് ആൻ എലിഫന്റ് ബൈ നെയിം ശ്വേത ഭക്തൻ റമ്മേജ്ഡ് into your resort. Ate everything you had in the resort, leaving everyone without food for decades and then put feces everywhere. Farted all around the place along with burping എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ മെയിൽ അയച്ചിരിക്കുന്നു. And how much did the cheap guy സുജിത് ഭക്തൻ pay to get his book written and who wrote the book for him എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു സംഭവം ഇവൻ അയച്ചേക്കണം. എന്റെ ഭാര്യയുടെ ഒരു ഫോട്ടോ അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ആൻ ഇൻസൾട്ട്. എന്തൊക്കെയാണല്ലേ പറഞ്ഞുണ്ടാക്കുന്നത്. ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ് പറയുന്നത്, അവരുടെ ശരീരത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് വണ്ണം വരുന്നത് അവര് ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രം ആകണമെന്നില്ല. പല സാഹചര്യങ്ങൾ മൂലം, പല കാര്യങ്ങളും മൂലം ഒരാൾക്ക് വണ്ണം വരും.
പിന്നെ ചില വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവരെത്ര കഴിച്ചു കഴിഞ്ഞാലും അവർക്ക് വണ്ണം വെക്കത്തില്ല. അതൊക്കെ ചിലപ്പം ജനറ്റിക്കലി ഉള്ള കാര്യമായിരിക്കാം, പാരമ്പര്യമായിരിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ആരെയും പോയി ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല, ആരെയും കളിയാക്കാൻ പറ്റത്തില്ല. മേ ബി നമുക്ക് ഒരു അഡ്വൈസ് കൊടുക്കാം, അഡ്വൈസ് കൊടുക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. ഒരാളുടെ ശരീരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അയാളുടെ സൗന്ദര്യത്തെക്കുറിച്ചിട്ടോ അവരുടെ നിറത്തെക്കുറിച്ചിട്ടോ മുടിയെക്കുറിച്ചിട്ടോ ഒന്നും തന്നെ നമ്മൾ അഡ്വൈസ് പോലും കൊടുക്കാൻ പാടില്ല. അതുപോലും തെറ്റാണ്. അപ്പോഴാണ് വളരെ ഇൻഡീസെന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് ഇവരുടെ പുറകെ നടന്ന് ഇവരെ അങ്ങ് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവർ പോകുന്ന സ്ഥലത്തെ ആൾക്കാർക്കും ഇവർ താമസിക്കുന്ന റിസോർട്ടിന്റെ ഓണേഴ്സിനും ഒക്കെ ഇമെയിൽ അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമെയിൽ വളരെ വൾഗർ ആയിട്ടുള്ള ഇമെയിൽ. മെയിനായിട്ട് ശ്വേതയെ എലിഫന്റ്, ആനയെന്നൊക്കെ വിളിച്ചിട്ടാണ്. എന്തൊരു മോശപ്പെട്ട രീതിയിലാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇയാൾക്ക് എന്തോ മാനസിക രോഗം ഉണ്ടെന്ന് തോന്നുന്നു. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു ക്ലിപ്പ് കാണിക്കുന്നുണ്ട്, സുജിത് ഭക്തന്റെ തന്നെ. അതിനകത്ത് സുജിത് ഭക്തൻ അത്യാവശ്യം റിയാക്ട് ചെയ്യുന്നുണ്ട്, കൺട്രോൾ വിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ആ റിയാക്ട് ചെയ്യുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? സ്വന്തം ഭാര്യയെ കുറിച്ച് ഇതുപോലെ ഒരുത്തനാണോ ഒരുത്തിയാണോ എന്ന് അറിയത്തില്ല. ഈ കമന്റ് ഇടുന്ന ആളുടെ അല്ലെങ്കിൽ ഈ ഇമെയിൽ അയക്കുന്ന ആളുടെ ജെൻഡർ എന്താണെന്നുള്ളത് അറിയത്തില്ല. പെണ്ണാണോ ആണാണോ എനിക്കറിയത്തില്ല. പെണ്ണുങ്ങൾ ഇത്രയും വൃത്തികെട്ട രീതിയിലൊക്കെ സംസാരിക്കുവോ? പിന്നെ അറിയാൻ പറ്റത്തില്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ജെൻഡർ നമുക്ക് നിർണ്ണയിക്കാനേ പറ്റത്തില്ല. ചില മാനസിക വൈകൃതമുള്ള സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടില്. ചില ആൾക്കാർ ഇങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്ക് എന്തോ സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ സഹിക്കാൻ പറ്റാതെയാണ് ഇങ്ങനെ അവരെ എങ്ങനെയെങ്കിലും ഒന്ന് തളർത്തണം, മാനസികമായിട്ട് തളർത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കണം അവരുടെ ശരീരത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കമന്റുകൾ ഇടുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം എന്തെന്നറിയാമോ? ഇവർക്കൊക്കെ എതിരെ നമ്മൾ കൊണ്ടുപോയി പരാതി കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ പോലീസ് ഭയങ്കര സ്ലോ ആണ്. ഇവരെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ പ്രോസസ്സിലാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ സുജിത് ഭക്തൻ തന്നെ കുറെ നാളുകളായിട്ട് ഇതിന്റെ പുറകെ നടക്കാണ്. 2 മാസം മുമ്പ് കൊണ്ടുപോയി പരാതി കൊടുത്തതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇതുവരെയും ആളെ കിട്ടിയില്ല. ആളെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇമെയിൽ അയച്ചതിന് ശേഷം ആ ഇമെയിൽ അങ്ങ് ഡിലീറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു രസകരമായ കാര്യം കൂടി നടക്കുന്നുണ്ട്. ഈ പർട്ടിക്കുലർ വീഡിയോയുടെ അടിയിൽ പോലും ഈ പറയുന്ന വ്യക്തി വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. ആ കമന്റ് ഇട്ട ആളുടെ ഐ ഡി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഐ ഡിയുടെ ആ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് ആ പേര് പോലും അയാൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എല്ലാം ഈ ഭക്തൻ എന്ന് പറയുന്ന ആ ഒരു പേരിനോട് ടാർഗറ്റ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. അയാൾ ഇട്ടേക്കുന്ന കമന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എനിക്ക് ഇങ്ങനത്തെ കമന്റുകളൊക്കെ വായിക്കുന്നത് ഇഷ്ടമല്ല, എന്നാലും ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്നാലും പൊണ്ണത്തടിച്ച് തടി കുറയ്ക്കില്ല. എന്റെ മേല് കയറാതെ ആ തടി കുറച്ച് കാണിക്ക്, അതാണ് ഹീറോയിസം. അല്ലാതെ പൊണ്ണത്തടിച്ച് ആശ്വാസ കമന്ററുകാരുടെ സിമ്പതി കിട്ടാൻ വേണ്ടി കുണുവാവ ഭക്തൻ ഇതുപോലുള്ള വീഡിയോ ഇടല്ല. ഇപ്പോൾ ഈ വീഡിയോ ഇട്ട് ആശ്വാസം കിട്ടിയാലും പൊണ്ണത്തടിച്ച് വീണ്ടും പൊണ്ണത്തടിച്ച് തന്നെ അല്ലേ? ഞാൻ എന്തിടണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. എന്നിട്ട് അവസാനം ഒരു റൈറ്റും കൂടി അങ്ങ് പറയുക, എനിക്ക് എന്ത് വേണമെങ്കിലും ഇടാം, അത് എൻ്റെ റൈറ്റ് ആണ് എന്നുള്ള രീതിയിലാണ് അവസാനം അയാൾ അങ്ങനെ എഴുതിയത്. ഇയാൾക്ക് ഈ റൈറ്റിനെ കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഈ റൈറ്റ് ഉണ്ട്. നമ്മുടെ റൈറ്റ് എന്ന് പറയുന്നത് മറ്റൊരാളെ പോയി ബോഡി ഷെയ്മിങ് ചെയ്യാൻ എടുക്കേണ്ടതല്ല. അതിന് നമുക്ക് ആർക്കും റൈറ്റ് ഇല്ല. മറ്റൊരാളെ ഇതുപോലെ വൾഗറായിട്ടുള്ള ഭാഷയിൽ ബോഡി ഷെയ്മിങ് ചെയ്യുകയും കമന്റ് അടിക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരാളുടെ റൈറ്റ് അല്ല എന്ന് ഈ പറയുന്ന വ്യക്തി ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അത് മാത്രമല്ല, ഞാൻ എന്തിടണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അതേപോലെ സുജിത് ഭക്തന്റെ ഭാര്യയ്ക്ക് അറിയാം വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കാൻ, അവരുടെ ശരീരമാണ്. താനല്ലല്ലോ ഈ ശരീരം വെച്ചുകൊണ്ട് നടക്കുന്നത്, അവരാണ് ആ ശരീരം വെച്ചുകൊണ്ട് നടക്കുന്നത്. അവർ നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു, അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ജീവിക്കുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നു, അവരുണ്ടാക്കുന്ന പൈസ കൊണ്ട് അവർ ഭക്ഷണം കഴിക്കുന്നു. അവരത് കഴിക്കണോ വേണ്ടയോ, കുറയ്ക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതിനകത്ത് കയറി ചെന്ന് ഈ രീതിയിൽ കമന്റ് ഇടാൻ നിന്നെപ്പോലുള്ളവന്മാർക്കൊന്നും ഒരു അവകാശവും ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകടിയാണ്. എന്തോ ഒരു ചെറിയ മാനസിക രോഗം, ചെറുതല്ല, തുടങ്ങിയപ്പോൾ ചെറുതായിരുന്നു, ഇപ്പൊ കുറെ വർഷങ്ങളായെന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ വർഷങ്ങളായിട്ട് ആ മാനസിക രോഗം അങ്ങ് മൂർധന്യതയിൽ എത്തിക്കാണും. ഇതിങ്ങനെ തുടർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ തനിക്ക് തന്നെയാണ് പ്രശ്നം എന്ന് താൻ മനസ്സിലാക്കി ഒന്നടങ്ങ്. ഇത് പിടിക്കപ്പെടത്തില്ല, ആരുടെയും കയ്യിൽ കിട്ടത്തില്ല എന്നുള്ള ധൈര്യത്തിലാണ്. അഥവാ പിടിക്കപ്പെട്ടാലും പ്രത്യേകിച്ച് വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. നമുക്കറിയാമല്ലോ ഈ കാര്യത്തിന് വലിയ ശിക്ഷയൊന്നുമില്ല. കൂടി പോയി കഴിഞ്ഞാൽ ഒരു താക്കീത് കൊടുക്കും, പോലീസുകാർ ഒരു താക്കീത് കൊടുക്കും, ഇനി മേലെ ഈ പരിപാടി കാണിക്കരുതെന്ന് പറയും. അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബാൻ ചെയ്യും. ഇതിൽ കൂടുതലായിട്ട് ഒരു ശിക്ഷയും ഇയാൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ പരിപാടി കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവരോട് എന്തോ വൈരാഗ്യം വെച്ച് പുലർത്തി ചെയ്യുന്നത് പോലെയാണ്. ഇവരോട് വൈരാഗ്യമുള്ള ആരോ ആണ്. ഇവരെ അറിയാവുന്ന ആള് തന്നെയാണ്.
സുജിത് ഭക്തൻ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് നല്ല രീതിയിൽ അറിയാവുന്ന ആളാണ് ഈ പരിപാടി കാണിക്കുന്നതെന്ന്. ആയിരിക്കും, ആദ്യം മുതലേ ഇവരുടെ വീഡിയോ കണ്ടു വരുന്ന ഏതോ ഒരു വ്യക്തിയാണ് ഈ പരിപാടി കാണിക്കുന്നത്. ഇതിപ്പോ ഇവരുടെ മാത്രം ഒരു ഇഷ്യൂ അല്ല, ഒരുപാട് ആൾക്കാർ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ഫാമിലി ബ്ലോഗേഴ്സ് ഈ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് സ്ത്രീകളെയാണ് ഇവർ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം സ്ത്രീകളെ പെട്ടെന്ന് മാനസികമായിട്ട് തളർത്താൻ പറ്റും. സ്ത്രീകളുടെ സൗന്ദര്യത്തെക്കുറിച്ചും അവരുടെ ശരീരത്തെക്കുറിച്ചും അവരുടെ ബാക്കി ബോഡിയിലെ ഫീച്ചേഴ്സിനെ കുറിച്ചും ഒക്കെ തന്നെ പറയുമ്പോൾ അവരെ തളർത്താൻ പറ്റും, അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെയാക്കാൻ പറ്റുമെന്ന് പലർക്കും അറിയാം. പലരും ആ ഒരു ഇതിലേക്ക് വീഴാറുണ്ട്. അതുകൊണ്ട് മെയിനായിട്ട് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് സ്ത്രീകളെയാണ്. പക്ഷേ ചിലരുടെ അടുത്തൊന്നും ഇത് വില പോകത്തില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ പല സ്ത്രീകൾക്കും ഈ കാര്യം അറിയാം. ഇപ്പം അവരവരുടെ ശരീരത്തിൽ കോൺഫിഡൻസ് കണ്ടെത്താൻ സ്ത്രീകൾക്ക് അറിയാം. അപ്പം അങ്ങനെയുള്ള സ്ത്രീകളുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നല്ല പണിയായിരിക്കും തനിക്ക് കിട്ടാൻ പോകുന്നത്. ഇനിയും കഴിഞ്ഞില്ല, വേറെ ഭയങ്കര വൾഗറായിട്ടുള്ള ഇമെയിലുകളൊക്കെ വായിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. കാരണം അത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഭാഷയാണ് അയാൾ ഉപയോഗിച്ചേക്കുന്നത്. ഒരു സ്ത്രീയെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കാണ്. ഇത്തരക്കാര് ശരിക്കും പറഞ്ഞാൽ പുറത്ത് നല്ല മാന്യന്മാരായിരിക്കും, പുറത്ത് എല്ലാവരോടും വളരെ മാന്യതയോടുകൂടിയിട്ട് ഇടപഴകും. എന്നിട്ട് ഇവരുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിൽ വന്നിരുന്നാണ് ഇവരുടെ ഈ മാനസിക വികൃതം ഇങ്ങനെ പുറത്തെടുക്കുന്നത്. പിടിക്കപ്പെടുമ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ വളരെ പാവത്താനെ പോലിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും, ഏതെങ്കിലും അവളോ അവനോ ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ജെൻഡർ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ സുജിത് ഭക്തന്റെ ഭാര്യ നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ട് അസൂയ മൂത്ത ഏതെങ്കിലും സ്ത്രീ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സുജിത് ഭക്തൻ നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ട് അസൂയ മൂത്ത ഏതെങ്കിലും പുരുഷനും ആകാം. അവർക്കൊക്കെ മെയിൽ അയക്കുമല്ലോ. അവൻ ഇനി ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് അവൻ ഇനി മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവൻ നമ്മുടെ വലയിലായി. അതിനുള്ള എല്ലാ വലകളും നമ്മൾ വിളിച്ചിട്ടുണ്ട്. നീ അയക്കും, ഇന്നത്തെ 2 ദിവസം മെയിൽ അയക്കാൻ ഇന്നലെ കണ്ടില്ലല്ലോ. അയക്കാം, നീ ഇന്നത്തെ മെയിൽ അയക്കാൻ ഇന്നലെ മെയിൽ അയക്കാൻ നിന്റെ മെയിൽ കാത്തിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ. നീ മെയിൽ അയക്കും. നിന്റെ ലാസ്റ്റ് കമന്റുകൾ എന്താണ്? അതിൽ ഏറ്റവും മോശമായ കമന്റ് ഇട്ടിരിക്കുന്നത് യൂട്യൂബിലാണ് വൃത്തിയായിട്ട കമന്റുകൾ ഏറ്റവും കൂടുതൽ ഇടുന്നത്. ഫേസ്ബുക്കിലേക്കല്ല, ഫേസ്ബുക്കിലും വരത്തില്ല. കാരണം ഫേസ്ബുക്കിൽ വന്നാൽ പെട്ടെന്ന് പിടിക്കപ്പെടുന്ന അവൻ അറിയാം. എന്താ പറയാ, ഈ പൊണ്ണത്തുടിച്ച് എത്ര ആളുകൾ പറഞ്ഞാൽ ഒരു നാണോ ഉളുപ്പില്ലാതെ ഇരുന്ന് തിന്ന് മറ്റൊന്ന് മറിച്ച് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. തള്ളേ നിങ്ങൾ ബ്രാ ഇടൂലേ, ഒത്ത സൈസ് കിട്ടാത്തതിനാണോ, അതോ ആ വെകിളി ഋഷിച്ചക്കന് ആ ബസൂക്കയിൽ നിന്ന് എനിക്ക് വിശക്കുന്നത് എന്ന് പറയുമ്പോൾ പാല് കൊടുക്കാനാണോ? നല്ല വൃത്തികേടായിട്ടുണ്ട്, ഒരു ഷാൾ ഇട്ടാ വൃത്തികേട് മറച്ചൂടെ, കീലേരി അച്ചു. ഈ ഒരു കമന്റ് അതിനെ പൂട്ടാൻ ബോഡി ഷേമിംഗ് അല്ല, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അടുത്തിട്ട് ഉടുമ്പ് ഭക്തൻ, ഫ്രോഡ് ഭക്തൻ, ഫാറ്റി പ്രാക്ക് വൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറെ സംഭവം. ഇവർ ചെയ്ത ഈ വീഡിയോയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയ ഒരു ഭാഗമാണിത്. ഇതൊരു കമന്റാണ്, ഫേസ്ബുക്കിലെങ്ങാണ്ട് ഇതേ വ്യക്തി ഇട്ട കമന്റ് വായിക്കുന്നതാണ്. അതിനകത്ത് പറഞ്ഞേക്കുന്നത് കണ്ടില്ലേ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും കൂടുതൽ അവളൊരു അമ്മയാകുക എന്ന് പറയുന്നത് അത് അവൾക്ക് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പം ആ കുഞ്ഞിന് പാല് കൊടുക്കുന്നതിനെ കുറിച്ച് വരെയാണ് ഇയാൾ കമന്റിലേക്ക് ഇട്ടേക്കുന്നത്. എനിക്കിത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട്. എന്തൊരു തോന്നിവാസമൊക്കെയാണ് എഴുതി വിടുന്നത്. ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നെറ്റ് ഉണ്ട് എന്ന് കരുതി എന്ത് വൃത്തികേടും ആരെക്കുറിച്ചും പറയാമെന്ന് ആരും കരുതാതെ ഇരിക്കുക. ഒരുപാടെണ്ണം ഇപ്പൊ ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാടെണ്ണം. ഒരു ഫേക്ക് ഐഡി അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യും, ഏതെങ്കിലും നല്ല രീതിയിൽ വസ്ത്രധാരണം കൊണ്ടാണെന്നൊക്കെ പലരും പറയും. ഈ വസ്ത്രധാരണം ഒന്നും ഇതിനകത്ത് വലിയൊരു മാനദണ്ഡമല്ല, വസ്ത്രം ഒന്നും അല്ല മാനദണ്ഡം. വസ്ത്രം കൊണ്ടല്ല ഈ ആൾക്കാർ ഇങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യാൻ വരുന്നത്. ആരെ കണ്ടു കഴിഞ്ഞാലും ഇവർക്ക് സൈബർ ബുള്ളിങ് ചെയ്യാൻ തോന്നും. സുജിത് ഭക്തന്റെ ഭാര്യ ഒരു മെലിഞ്ഞ സ്ത്രീ ആയിരുന്നെന്നുണ്ടെങ്കിൽ, വണ്ണമില്ലാത്ത മെലിഞ്ഞ സ്ത്രീ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇവരിടാൻ പോകുന്ന കമന്റ് എന്തുമായിരിക്കും എന്ന് ഞാൻ പറയാം. എല്ലാ ഫുഡും സുജിത് ഭക്തൻ കഴിക്കുകയാണ്, ഭാര്യയ്ക്ക് ഫുഡൊന്നും കൊടുക്കുന്നില്ല, ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും കഴിക്കാൻ കൊടുക്കാതെ എല്ലാം തന്നെ തിന്നുന്ന ഭർത്താവ് എന്ന് പറയും. ഇവക്കൊന്നും തിന്നാൻ കൊടുക്കുന്നില്ല, പട്ടിണിയാന്ന് പറയും. ഇങ്ങനെ ശരീരത്തെക്കുറിച്ചൊക്കെ കമന്റ് ഇടുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരീരം എന്നൊക്കെ പറയുമ്പോൾ അത് പല കാര്യം കൊണ്ടായിരിക്കാം. ഒരു സ്ത്രീക്ക് വണ്ണം വെക്കുന്നത് പല കാര്യം കൊണ്ടായിരിക്കാം. ഇപ്പോൾ ഈ തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങൾ, PCOD പോലെയുള്ള അസുഖങ്ങൾ വരുന്ന സ്ത്രീകൾക്ക് അവർക്ക് വണ്ണമുണ്ട്. അവർക്ക് അതൊരു അവരുടെ ഹോർമോണൽ ഇഷ്യൂ കൊണ്ട് ഉണ്ടാകുന്നതാണ്, അല്ലാതെ അവർ ഫുഡ് കഴിച്ചത് കൊണ്ട് മാത്രമല്ല. ഇനി ഫുഡ് കഴിച്ചാണ് വണ്ണം വരുന്നതെങ്കിലും നിന്റെ ഒന്നും വീട്ടിലെ കാശ് കൊണ്ടല്ലല്ലോ അവർ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവരുടെ സ്വന്തം കാശ് കൊണ്ട്, അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് അവർ വാങ്ങിച്ചു കഴിക്കുന്നു. അവരുടെ ശരീരത്ത് വണ്ണം കൊണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും അത് അവരല്ലേ അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് എന്തിനാ ഇത്ര ബുദ്ധിമുട്ട്? ഇവന്മാരുടെയൊക്കെ ഈ മുട്ടല് കാണുമ്പോൾ നമുക്ക് തോന്നും അവരുടെ വണ്ണം കൊണ്ടുള്ള ബുദ്ധിമുട്ട് മുഴുവൻ ഇവന്മാർക്കാണെന്ന്. ഇതൊക്കെ ഉണ്ടല്ലോ പക്ക കണ്ണുകടിയാണ്. കണ്ണുകടി, പിന്നെ മാനസിക വൈകൃതം, ചെറിയ രീതിയിലുള്ള മാനസിക രോഗം, ഇതുകൊണ്ടൊക്കെയാണ് ആൾക്കാർ ഇത്തരത്തിലുള്ള കമന്റുകൾ പടച്ചു വിടുന്നത്. അപ്പൊ ഇത്തരം കമന്റുകൾ ഇടുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ
അവരെ കൈകാര്യം ചെയ്യാനുള്ള ഒരിതുള്ളത് നിങ്ങൾക്കാണ്. നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഡെയിലി വ്ളോഗേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്തോ ഒക്കെ ആരെങ്കിലും ഇതുപോലെ മോശപ്പെട്ട കമൻറ്റുകൾ ഇടുവാണെന്നുണ്ടെങ്കിൽ അവരെ കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കും കൂടിയാണ്. ഇത്തരം ആൾക്കാരെ നമ്മൾ വളർത്തിക്കൊണ്ട് വരാൻ പാടില്ല. അപ്പം കുറേ ആൾക്കാർ എഗിനസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു എന്ന് കാണുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് അടങ്ങും.